വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. 5 മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന് കാരണമായത് അമിതവേഗവും മഴയും. 5 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം ഉച്ചയോടെ പൂർത്തിയാകും. 12 മണിയോടെ പൊതുദർശനമുണ്ടാകും. മൃതദേഹം നാട്ടിലെത്തിക്കാനും ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിക്കഴിഞ്ഞു. നമുക്ക് കാലാവസ്ഥ ഞാൻ ആർട്ടിയോട് സംസാരിച്ചപ്പോഴേ കാലാവസ്ഥ മോശമായിരുന്നു. ഒരുപക്ഷെ ഇത് ഈ കുട്ടികൾ ഇവിടുന്ന് പോയ സമയത്ത് പറഞ്ഞാൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി ഒരുപക്ഷെ വിസിബിലിറ്റി കുറവുണ്ടായിട്ടായിരിക്കണം, മഴയുടെ കാഠിന്യം കൊണ്ട് വിസിബിലിറ്റി കുറവുണ്ടായിട്ടാണ് ഇത് എതിരെ വന്ന വണ്ടി കാണാതെ പേടിച്ചായിരിക്കും സാധ്യതയുള്ളത്. ഡീറ്റെയിൽ എൻക്വയറി നമുക്ക് നടത്താം. 14 വർഷം പഴക്കമുള്ള വണ്ടിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ എൻക്വയറി ഇതിന്റെ വാഹനത്തിന്റെ ഉടനെ പറ്റിയൊക്കെയുള്ള അന്വേഷണം ഞാൻ ആർടി തലത്തിൽ എൻക്വയറി നടത്താനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ എൻക്വയറി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. 12 മണിക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ പൊതുദർശനത്തിനെത്തിയ ശേഷം ബോഡികൾ അതാത് സ്ഥലങ്ങളോട് കൊണ്ടുവന്ന ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്നുള്ള കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, അദ്ദേഹത്തെ ആംബുലൻസ് തന്നെ വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമുണ്ട്, പാലക്കാട് സ്വദേശി ശ്രീദീപ്, മലപ്പുറം സ്വദേശി ദേവനന്ദന്, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി. ഇപ്പോൾ ഇവിടെയെല്ലാം ബോഡി നമ്മൾ 5 ആംബുലൻസ് AC ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് വീടുകളിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ടവേര സ്കിഡ് ചെയ്ത് എതിരെ വരുന്ന ബസ്സിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടം ഒഴിവാക്കാൻ ബസ് പരമാവധി ഒതുക്കി നിർത്തിയെങ്കിലും കാർ ഇടിച്ചു കയറി. കാണാം ആ ദൃശ്യങ്ങൾ. വാഹനത്തിന്റെ കാലപ്പഴക്കം, വാടകയ്ക്ക് ലഭിച്ചത് എന്നിവയെ ചൊല്ലി വിശദമായ അന്വേഷണം നടത്തും. 11 പേരാണ് അപകടത്തിൽപ്പെട്ട ടവേരയിൽ ഉണ്ടായിരുന്നത്. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെന്നും അപകടങ്ങൾ പതിവാണെന്നും പ്രദേശവാസികളും പറയുന്നു. ഇന്നലെ അപകടം നടക്കുമ്പോൾ ഈ സംഭവ സ്ഥലത്ത് തൊട്ടപ്പുറത്തായി താമസിക്കുന്ന ആൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് സജു എന്നാണ്. ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ അപകടം നടന്ന അദ്ദേഹം ഓടിയെത്തി എന്നാണ് പറയുന്നത്. അല്ലെ, വീട്ടിൽ മോള് കിടന്ന് കരഞ്ഞപ്പോഴേക്കും എന്താ വലിയൊരു ശബ്ദവും കേട്ടു. അപ്പം പുറത്തോട്ട് വന്നപ്പോഴേക്കും ഇത് ജാമായി കിടക്കുക. വണ്ടി തൊട്ടപ്പുറത്താണല്ലേ വീട്? തൊട്ടടുത്ത് തന്നെ വീട് ജാമായി കിടക്കുക. അപ്പം ബാക്കിലെ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവഴി 2 കുട്ടികളെ പുറത്തെടുത്തു. ബാക്കിയുള്ളവരെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. മൊത്തം ജാമായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വരുമ്പോ ഫസ്റ്റ് കാണുന്ന എന്തായിരുന്നു എന്റെ കാഴ്ച? ഈ വണ്ടി ഇടിച്ച് ഡോർ മാത്രം തുറന്നുണ്ട്. അതിന്റെ അകത്തുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അനക്കമുള്ളത്. ബാക്കി ആർക്കും അനക്കമില്ല. കൂടുതലും ഒരു 4-5 കുട്ടികളെ മൂക്കിൽ നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്. പിന്നെ കൈയും കാലൊക്കെ നല്ല മുറിവുണ്ടായിരുന്ന സമയത്ത്. പിന്നെ പെട്ടെന്ന് ആ വെള്ളത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ബസ് ജാമായിരുന്നതുകൊണ്ട് ഈ കാർ വണ്ടിയും ഇതുമായിട്ട് ജാമായിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ബസിന്റെ അകത്ത് കയറി കീ എടുത്ത് മാറ്റി മാറ്റിയിട്ട് വണ്ടി ന്യൂട്രലാക്കി. നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. അവര് ബാക്കിലോട്ട് തള്ളി കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഒന്ന് ക്ലിയർ ആയത്. അതിനുശേഷം ഫയർഫോഴ്സ് വന്നു. അവരും ഞങ്ങള് എല്ലാരും കൂടെ ചേർന്ന് വെട്ടിപ്പൊളിച്ചു. എടുത്തപ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ 3 പേര് ഡെത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ? വാഹനം ജാമായിരുന്നു. കുട്ടികളകത്ത് 20 മിനിറ്റോളം ജാമായിരുന്നു. 20 മിനിറ്റിന് ശേഷമാണ് നമ്മള് ബാക്കിലുള്ള 2 പേരെ നമ്മൾ പുറത്തെടുത്തായിരുന്നു. പക്ഷെ 20 അവസ്ഥ എന്തായിരുന്നു? അവർക്ക് കുഴപ്പമില്ല. 2 പേർക്ക് വലിയ കുഴപ്പം. ഏറ്റവും പുറകിലിരുന്ന 2 പേർക്ക് വലിയ കുഴപ്പമില്ല. ഏറ്റവും മുന്നിൽ ലെഫ്റ്റ് സൈഡിലിരുന്ന ആ ഇടിയിൽ തന്നെ ആള് പോയിട്ടുണ്ട്. ഡ്രൈവറിന്റെ വശത്തോട്ടല്ല ഇടി, റൈറ്റ് സൈഡിലല്ലേ. ഡ്രൈവറിന്റെ കാലിൽ മാത്രമേ വലിയ പരിക്ക് കാണുന്നുള്ളൂ. ആ പയ്യൻ മാത്രമേ കരയുന്നുള്ളൂ. ബാക്കി ആർക്കും അനക്കമില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ പറയുന്ന ഞാൻ 7-8 പേരെ കണ്ടുള്ളൂ. ആ വെപ്രാളത്തിന് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പിന്നെ ഈ ഡ്രൈവർ, അതായത് ഇപ്പുറത്തെ സൈഡ് വണ്ടി ഇടിച്ച് നല്ലപോലെ തകർന്ന ഭാഗമില്ലേ, അതിനകത്തുണ്ടായിരുന്ന ആളുകളെ എടുക്കാൻ എത്ര സമയം എടുത്തു? പുറത്തുള്ള എല്ലാം കൂടെ ഒരു അരമണിക്കൂറിന് മേളിലെടുത്താണ്. ഫയർഫോഴ്സ് എത്തി. അവരാണോ അത് ശരിക്കും കഷ്ടപ്പെട്ടു. അവരും കൂടെ വന്നോണ്ട് നമുക്ക് ആളെ എടുക്കാൻ പറ്റിയത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കട്ടറും മറ്റ് അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന പുള്ളി ജാമായിരിക്കുകയായിരുന്നു, ഫ്രണ്ട് ജാമായിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ കട്ടർ കൊണ്ടുവന്നിട്ട് ബെൽറ്റ് കട്ട് ചെയ്തുകൊണ്ട് മാത്രം ആ ചെറുക്കൻ
നിവർന്ന് നിൽക്കാൻ പോലും പറ്റിയത്. എന്നിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അകത്തുള്ള ഓരോരുത്തരെ എടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റും 10 മിനിറ്റും സമയം എടുക്കും. അപ്പം എന്താ പറയാ, കൊണ്ടുപോകുമ്പോ ഈ 3 പേർക്ക് മാത്രമേ പുറകിൽ നിന്ന് കുട്ടികൾക്ക് ബോധം ഉണ്ടായിരുന്നോ? രണ്ടു പേർക്ക് ബോധമുണ്ട്. ഡ്രൈവറിനും ബോധമുണ്ടായിരുന്നു, പുറകെ ഇരുന്നൊരു കുട്ടിയുണ്ട്. ബാക്കി ആർക്കും അനക്കമില്ലായിരുന്നു. ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമായ കാലിന് മാത്രമേ ഉള്ളൂ, അല്ല ബോഡിക്ക് വേറെ ഇതൊന്നുമില്ലായിരുന്നു. വാഹനത്തിന് ഇടതുവശത്ത് ഇരുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത്. അതെ, ഇടതുവശത്തിരുന്ന ആൾക്കാർക്കാണ് കൂടുതലും പരിക്ക് പറ്റിയത്. ഞാൻ പിന്നെ നടുക്കിരുന്ന സീറ്റിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു 4-5 പേരുണ്ടത് ഇടുങ്ങിയിരിക്കുകയായിരുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. ഞാൻ ഒരു കുട്ടിയുടെ പെടലി ഒടിഞ്ഞ പോലെ കിടക്കുകയായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പറയാൻ പറ്റത്തില്ല, കയ്യും കാലും ഒക്കെ വല്ലാത്ത രീതിയിലായിരുന്നു. കാറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അത്ര ഭീതിതമായിരുന്നു ആ അപകടം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ആലപ്പുഴയിൽ നടന്നത്. രാത്രികാലങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മഴയും കൂടിയാണ്, ഒട്ടും ഒന്നും കാണാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് കാരണം. ഈ റോഡിന്റെ വീതി കുറവ്, ഈ 2 വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതെല്ലാം ഈ റോഡിൽ കൂടെ തന്നെ പോകണം. അതിനൊക്കെ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സിഗ്നൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടോ? സിഗ്നൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഇപ്പൊ അതിനകത്ത് ഒരു വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട് ഈ ടവേര, എന്നിട്ടാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പിന്നെ സ്കിഡ് ചെയ്യുന്നത്. അതെ, ഇതെല്ലാം നമ്മുടെ റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. വീതി ഉണ്ടോ ഇപ്പൊ 4 വരി പാത അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വീതിയുള്ള റോഡാണെങ്കിൽ ഒരിക്കലും ഈ ബസ്സുമായിട്ട് ഇടിക്കാൻ ഒരു ചാൻസും ഇല്ല. വീതി കുറച്ച് കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലല്ലേ? ഇല്ല, എല്ലായിടത്തും ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ കുറെ പോകാൻ അങ്ങോട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ചേട്ടാ, ഇന്നലെ എത്ര മണിയോടെയാണ് ഈ സംഭവം? 9:45. എന്തായിരുന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞ അപകടം? തൊട്ട് പറ്റേ താമസിക്കുന്നത്. അവിടെ ഒരു സൗണ്ട് കേട്ട ഓടി വരുന്നത്. ഓടി വരുമ്പോൾ ഇതേമാതിരി ഇടിച്ച കണ്ടീഷനാണ് കാണുന്നത്. അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഇതായിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു. എന്തായിരുന്നു ആ സമയത്ത് കണ്ട കാര്യങ്ങൾ? കണ്ടത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വണ്ടി വന്ന് ഈ കാറാണ് ഇടിക്കുന്നത്. ഞാൻ തൊട്ട് പറ്റ താമസിക്കുന്ന വാടകയ്ക്ക് ആണല്ലേ? നിങ്ങള് വീട്ടിലായിരുന്നത്? വീട്ടിലായിരുന്നു. വീട് വരെ ശബ്ദം കേട്ടു? സൗണ്ട് കേട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ആണല്ലേ? അപ്പം ചേട്ടൻ ഓടി വരുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു? ആൾക്കാർ അടുത്ത് വരുന്നേ ഉള്ളൂ സൗണ്ട് കേട്ട്. പിന്നീട് എങ്ങനെയാണ് ഇവര് പുറത്തെടുക്കുകയും മറ്റു കാര്യങ്ങൾ? പുറത്ത് ഫയർ വന്നാണ്, അല്ലാതെ എടുക്കാൻ പറ്റില്ല. എല്ലാവരും സ്പോട്ടിൽ ഒരു 2 പേര് സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. ആണല്ലേ? വാഹനത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പരിക്കേറ്റവർക്കെല്ലാം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പി പ്രസാദും പറഞ്ഞു.